പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ പാഴ് പരിപാടികൾ കാണുന്നതിന് പകരം മിഷണറിമാരുടെ ചരിത്രങ്ങളുമൊക്കെ എന്തുമാത്രം ജോൺ ഹസിൻ്റെയും ടിൻറ്റെയിലിൻ്റെയും വില്യം ടിൻറ്റെയിലിൻ്റെയും ജിം എലിയറ്റിൻ്റെയും എത്രയോ ആളുകളുടെ മിഷണറി സ്റ്റോറീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നറിയാമോ? എത്രയോ മിഷണറി സ്റ്റോറീസ്. നിങ്ങൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി മറ്റ് പാഴ് സാധനങ്ങൾ കാണുന്ന സമയത്ത് ഇതൊന്ന് കാണും. വിശ്വാസികളുടെ ചരിത്രങ്ങൾ അത് നിങ്ങളൊന്ന് കാണും. ഞാൻ പറഞ്ഞത്, ആ ജോൺ ഹസ് അവനെ മരത്തേൽ കെട്ടിയിട്ടിട്ട് തീ കത്തിക്കുകയാണ്. ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഹി ഡൈഡ് സിംഗിങ് എന്നാണ്. ഹി ഡൈഡ് സിംഗിങ് 16-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണ്. ഹി ഡൈഡ് സിംഗിങ്. അവൻ പാട്ട് പാടിക്കൊണ്ട് ആ ചിത്രത്തിനകത്ത് കാണിക്കുന്നുണ്ട്. ചിത്രത്തിനകത്ത് ശരിക്കും കാണുന്നുണ്ട്. ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് അവൻ മരിക്കുന്നത്. ആ പാട്ടാണോ പാടി നമുക്കറിയില്ല, പക്ഷേ ആ ഫിലിമിൽ നമ്മൾ കാണുന്ന ആ പാട്ട് പാടിക്കൊണ്ട് ഹി വാസ് ഡൈയിങ്. തീ കത്തുന്ന സമയത്ത്, തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതാണ് ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൽ അവന് അവിടുത്തെ യഹൂദന്മാരായ ആളുകളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 54 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കേട്ടപ്പോൾ അവർ കോപപരവശരായി. അവൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവർ കല്ലെറിയാൻ തുടങ്ങുകയാണ്. അവനറിയാം അടുത്ത നിമിഷത്തിൽ കല്ലെറിഞ്ഞു കൊല്ലാൻ പോകുകയാണ്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കം നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ ഏൽപ്പിച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനെ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് നിദ്ര പ്രാപിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേദനാജനകമായ മരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ക്രൂശീകരണമാകാം. എന്നാൽ ക്രൂശീകരണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനാജനകമായ മരണമാണ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുക എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വെരി പെയിൻഫുൾ ഡെത്ത്. പക്ഷെ ആ പെയിൻഫുൾ ഡെത്തിലും എന്താ നമ്മൾ കാണുന്നത്? ഹി വാസ് സീയിങ് വിഷൻസ് ഓഫ് ഗാഡ്. സ്വർഗീയ ദർശനങ്ങളെ കണ്ടുകൊണ്ട് അവൻ മരണത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വീണ്ടും വരാം. യാക്കോബിന്റെ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു പാരഫ്രൈസ്ഡ് വേർഷൻ. ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. പാരഫ്രൈസ്ഡായിട്ടുള്ള പല വേർഷൻസ് ഉണ്ട്. വളരെ രസകരമായിട്ട് അതിൻ്റെ മെസ്സേജ് പറഞ്ഞു തരുന്നത്, അതിൻ്റെ മീനിങ് പറഞ്ഞു തരുന്നത്. വെൻ മെനി ടൈപ്സ് ഓഫ് ട്രയൽസ് കംസ് ടു യുവർ ലൈഫ്, കൺസിഡർ ഇറ്റ് ആസ് പ്യുവർ ജോയ്. Do not try to squirm out of your problems, because when the way is rough, your patience will get a chance to grow. So let it grow. Do not consider them as intruders, but welcome them as friends sent by God to help you. അവിടെ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവിധമായ പരിശോധനകൾ ഇരച്ചു കയറി വരുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിൻ. കാരണം നിങ്ങളുടെ വഴി ദുർഘടമാകുമ്പോൾ നിങ്ങളുടെ പേഷ്യൻസിന്, നിങ്ങളുടെ ക്ഷമയ്ക്ക്, നിങ്ങളുടെ സഹിഷ്ണുതയ്ക്ക് വളരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. നിങ്ങളുടെ വഴി ദുർഘടമാകുമ്പോൾ, കൂടുതൽ ദുർഘടമാകുന്തോറും നമ്മളുടെ പേഷ്യൻസ് കൂടുതൽ വളരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രതിസന്ധികളിൽ നിന്ന് ഡു നോട്ട് ട്രൈ ടു സ്കേം ഔട്ട് ഓഫ് യുവർ പ്രോബ്ലംസ്, അതിനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത്. പകരം എന്താണ്? ഡു നോട്ട് കൺസിഡർ ദം ആസ് ഇൻട്രൂഡേഴ്സ് ബട്ട് വെൽക്കം ദം ആസ് ഫ്രണ്ട്സ് സെൻഡ് ബൈ ഗോഡ് ടു ഹെൽപ്പ് യു. അതിനെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന നിലയിൽ ഒഴിഞ്ഞു കളയരുത്. പകരം നിങ്ങളെ സഹായിക്കാനായിട്ട് ദൈവം അയച്ച സുഹൃത്തുക്കൾ എന്ന നിലയിൽ ഈ കഷ്ടതയെയും പ്രയാസത്തെയും നിങ്ങൾ വെൽക്കം ചെയ്യണമെന്ന്. എന്ത് രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഇതൊരു ഒരു നുഴഞ്ഞുകയറ്റം എന്ന നിലയിലാണ്. പക്ഷെ അങ്ങനല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് നിങ്ങളെ സഹായിക്കാൻ ദൈവം അയച്ച സുഹൃത്തുക്കളാണ്. ഏത്? ഈ കഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, വിവിധമായിട്ടുള്ള പരിശോധനകൾ ദൈവം നിങ്ങളെ സഹായിക്കാൻ അയച്ച സുഹൃത്തുക്കളാണെന്ന തിരിച്ചറിവിൽ അവയെ വെൽക്കം ചെയ്യണമെന്ന്. ഈ ട്രയൽസ് എന്ന് പറയുന്നത് ശരിക്കും ദൈവം അയച്ച സുഹൃത്തുക്കളാണോ? നമ്മളിന്ന് പറയുന്നതും പഠിപ്പിക്കുന്നതും ഇതെല്ലാം പിശാച് കൊണ്ട് തരുന്നതാണെന്നാണ്. പക്ഷെ വാസ്തവം എന്താണ്? അതുകൊണ്ടാണല്ലോ ശത്രു നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിട്ടിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രവചനമൊക്കെ ഉണ്ട്. ശത്രു എന്ത് പറഞ്ഞാലും ശത്രു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, എപ്പോഴും പ്രാർത്ഥനയാണ്. അവൻ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി നോക്കിയപ്പോൾ മുന്നിൽ ഒരു വലിയ കല്ല് കിടക്കുന്നു. വീടിൻ്റെ മുറ്റത്ത് വലിയൊരു കല്ല്, വലിയൊരു പാറ. ഇവനങ്ങ് ദേഷ്യവും സങ്കടവും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അസൂയാലുക്കളായ എൻ്റെ ശത്രുക്കൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കൊണ്ടിട്ട് ഈ പാറ, കർത്താവ് ഇപ്പോൾ തന്നെ നീങ്ങിപ്പോകട്ടെ. പ്രാർത്ഥനാക്കാരനാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീങ്ങിപ്പോകട്ടെ, ഈ പാറ നീങ്ങട്ടെ ഇപ്പോൾ തന്നെ. വിശ്വാസത്തോടു കൂടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മലകൾ നീങ്ങുമെങ്കിൽ ഈ പാറ എന്താ മാറാത്തത്?
പാറ പോകുന്നില്ല. പ്രാർത്ഥിച്ചിട്ടും പാറ അവിടെ തന്നെ കിടക്കുക. മലയൊന്നുമല്ല, വലിയൊരു പാറ കഷ്ണം. അവനകത്ത് കയറി മുട്ടിന്മേൽ നിന്ന് അന്ന് മുഴുവൻ പ്രാർത്ഥിച്ചു. സന്ധ്യയാകുമ്പോൾ ഇറങ്ങി ഇത് തീരുമെന്ന് ചിന്തിച്ചു. പക്ഷേ നോക്കിയപ്പോൾ പോയിട്ടില്ല. അപ്പോൾ അവൻ ചിന്തിച്ചെന്നാൽ 2 ദിവസം അടുപ്പിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടും ഈ കല്ല് പോയില്ല. അപ്പോൾ അവൻ ചിന്തിച്ചു, വെറുതെ പ്രാർത്ഥിച്ചാൽ പോലെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് ഇവൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. 3 ദിവസം ഉപവാസം എടുത്ത് പോയില്ല. 7 ദിവസമാക്കി. 7 ദിവസം ഉപവാസം എടുത്തിട്ടും പോയില്ല. ഒരു 21 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. 21 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടും ഈ കല്ല് പോയില്ല. അപ്പോഴത്തേക്ക് അവന് ഭയങ്കര സങ്കടമായി. സങ്കടമായി കഴിഞ്ഞ് അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത് ഭയങ്കര കഷ്ടമാണ്. ഇപ്പം ശത്രു ആകപ്പാടെ എന്താണ് വിജയം കൊണ്ടാടുകയാണ്, നിന്റെ നാമത്തിന് അപമാനം. അതുകൊണ്ട് ഈ കല്ല് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിച്ച പോലെ മോനെ നീ ഇതെല്ലാം എടുത്ത് കള. ഞാനങ്ങനെ എടുത്തു കളയുന്നു. എന്നെ പറഞ്ഞു, നീ ഇത് പരിശ്രമിക്കുക. ഇവൻ പിടിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല, കല്ലനങ്ങുന്നില്ല. എന്നെ പറഞ്ഞു, കർത്താവ് ഇത് ഭയങ്കര പാടാ. ഉടനെ കർത്താവ് പറഞ്ഞു, ഭയങ്കര പാടാന്ന് പറഞ്ഞാൽ നീ 21 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ആദ്യം നീ പോയി വല്ലതും കഴിക്കുക, അങ്ങനെ ഇച്ചിരി ശക്തി ഉണ്ടാകട്ടെ, എന്നിട്ട് വന്ന് പിടിക്കും. അപ്പോൾ പിറ്റേ ദിവസം ഇവൻ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതിന് കല്ലിട്ട് പിടിക്കാൻ തുടങ്ങി. പക്ഷെ മാറുന്നില്ല. 1 ദിവസമായി, 2 ദിവസമായി. കർത്താവേ പാറ പോകുന്നില്ല. നോക്കടാ, നീ പരിശ്രമിക്കുക. അങ്ങനെ ഈ പാറയിലിട്ട് അവൻ ഒരു 6 മാസം പണിയെടുത്തു. പക്ഷേ കല്ല് പോയില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ ഇതിപ്പം നാട്ടുകാരെല്ലാം പറയുമല്ലോ എൻ്റെ കാര്യത്തിൽ ശത്രു ഇപ്പോൾ എന്താണ് ജയോത്സവം കൊണ്ടാടുകയാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഈ കല്ലിട്ട ശത്രു ഇപ്പോൾ ഇത് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അവൻ നോക്കി ചിരിക്കുകയല്ലയോ, നിന്റെ നാമത്തിനല്ലേ അപമാനം. എന്നെ കർത്താവ് ചോദിച്ചു, ആര് കൊണ്ടിട്ടാന്നാ നീ പറഞ്ഞേ? ശത്രു അല്ലാതെ ആര്? മോനെ ശത്രു അല്ലടാ ഇത് കൊണ്ടിട്ടേ, പിന്നെ ആരാ? അയ്യോ ഇത് ഞാൻ കൊണ്ടിട്ടതാ ഇവിടെ. കർത്താവേ പ്രാർത്ഥനക്കാരനായ എൻ്റെ മുമ്പിൽ നീ എന്തിനാ ഈ കല്ല് കൊണ്ടിട്ടത്? എന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിന്റെ ഈ സ്പിരിച്വൽ മസിൽസ് ഒക്കെ അങ്ങ് ശോഷിച്ചിരിക്കുക. അതുകൊണ്ട് ഈ മസിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ നിനക്ക് നിന്റെ മുമ്പിൽ ഈ ഒരു വലിയൊരു പാറ കൊണ്ടിട്ടതാ, നീ ഒന്ന് പിടിക്കട്ടെന്ന് വെച്ചുകൊണ്ട്. അപ്പം നിന്റെ മസിൽ ഇപ്പം നോക്ക്, ഇപ്പം നിനക്കൊന്നുകൂടെ ഒന്ന് ആരോഗ്യമൊക്കെ ആയിട്ടുണ്ട്. നീ ഇത് മസിൽ ഇതെന്തോ ഈ കല്ലിങ്ങനെ പിടിച്ച് അപ്പോൾ ഈ സ്പിരിച്വൽ മസിൽസ് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്യാനായിട്ട് ഈ പ്രതിസന്ധികൾ പലതും കർത്താവ് നമുക്ക് കൊണ്ടിരുന്നത് നമ്മൾ ഒത്തിരി ക്ഷീണിതരായിരിക്കുമ്പോൾ ഈ പ്രതിസന്ധികളിലൊക്കെ ഒന്ന് പിടിച്ച്, കല്ലൊക്കെ ഒന്ന് പിടിച്ച് നമ്മളുടെ ആത്മീയ മസിലുകളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ദൈവം കൊണ്ടുവച്ചതാണെന്ന് ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇതിനെല്ലാത്തിനും ഇപ്പോൾ ശത്രുവിനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇല്ല. എല്ലാത്തിനും പരിശോധനകൾ ദൈവം കൊണ്ടുവരുന്നതാണെന്നുള്ള. അതുകൊണ്ടാണ് ഇവിടെ പാരഫ്രൈസ് ചെയ്തിരിക്കുന്ന JB ഫിലിപ്സ് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. JB ഫിലിപ്സിന്റെ പാരഫ്രൈസ് വെർഷനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ? ഡു നോട്ട് കൺസിഡർ ദം ആസ് ഇൻട്രൂഡേഴ്സ്. ഇൻട്രൂഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുഴഞ്ഞു കയറ്റക്കാരെന്നാണ്. ഇൻട്രൂഡ് ചെയ്ത കുറച്ച് ശത്രുക്കളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആൻഡ് വെൽക്കം ദം ആസ് ഫ്രണ്ട്സ് സെൻഡ് ബൈ ഗോഡ് ടു ഹെൽപ്പ് യു. നിങ്ങളെ സഹായിക്കാനായിട്ട് ദൈവം അയച്ച സുഹൃത്തുക്കളാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ. ആദ്യം ഇത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അതൊരു ഫാക്റ്റാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഭയങ്കര വ്യത്യാസമായിരിക്കും. ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ സത്യം മനസ്സിലാക്കിയ ആളുകളായിരുന്നു പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരും. അബ്രഹാമിൻ്റെ ജീവിതം എടുത്ത് നോക്കിയാലും ഇയ്യോബിൻ്റെ ജീവിതം എടുത്ത് നോക്കിയാലും എവിടെ നോക്കിയാലും എന്താണ്, ഈ പ്രതിസന്ധികളൊക്കെ ആര് കൊണ്ടുവന്നതാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ദൈവം കൊണ്ടുവന്നതാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. ഇറ്റ് ഇസ് ഗോഡ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പരിശോധനയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പരിശോധന എന്ന് പറയുന്നത് ജനസിസിലെ 22-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിശോധന എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ. വലിയ പരിശോധന എന്താണ്? അവൻ്റെ മകനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ പറയുന്ന കാര്യമാണ് 22-ാം അധ്യായത്തിൽ. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് എന്തെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിന് അവൻ ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാന ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവൻ്റെ ഏറ്റവും ഒരു ഫൈനൽ ടെസ്റ്റ് എന്നൊക്കെ പറയാവുന്ന പോലെ ഉള്ളൊരു ഫൈനൽ ടെസ്റ്റാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അന്നേരമാണ് ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ടെസ്റ്റ് തുടങ്ങിയതെന്നല്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്നും ദൈവം ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ ഫൈനൽ എക്സാമിനേഷൻ എന്ന് പറയുമല്ലോ. ടേംലി എക്സാമിനേഷൻസ് ഉണ്ട്, പക്ഷേ ബോർഡ് എക്സാം എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഓരോ വർഷവും എക്സാം ഉണ്ട്, പക്ഷേ അവസാനം ഗ്രാജുവേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ബോർഡ് എക്സാം ഉണ്ട്. അതുപോലെ ഒരു ബോർഡ് എക്സാം ആയിരുന്നു ഇതെന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ ടെസ്റ്റ് പണ്ട് തൊട്ടേ തുടങ്ങിയത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അവനെ തുടങ്ങുന്ന സമയം തൊട്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് തുടങ്ങിയതാണ്. നമ്മൾ 12-ാം അധ്യായം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തന്നെ അതിൻ്റെ 12-ാം അധ്യായത്തിൽ ദൈവം അവനെ വിളിക്കുമ്പോൾ അവനൊരു ടെസ്റ്റ് കൊടുക്കുകയാണ്. കാര്യം അവൻ അനുസരിക്കും. യഹോവ അബ്രഹാമിനോട് ചെയ്യുന്ന നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അതൊരു ടെസ്റ്റാണ്. എന്ത് ടെസ്റ്റ്? അവൻ ദൈവം പറയുന്നത് അനുസരിക്കുമോ അതോ അവൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും അവൻ്റെ
വീട്ടുകാരോടും അല്ലെങ്കിൽ പിതാവിനോടും അല്ലെങ്കിൽ നിന്റെ ദേശത്തോടും ചാർച്ചക്കാരോടും പിതൃഭവനത്തോടും ആണോ അവൻ്റെ പറ്റുമാനം എന്നുള്ളതിനൊരു ടെസ്റ്റാണ്. പക്ഷെ ആ ടെസ്റ്റിനകത്ത് അവൻ വിജയിച്ചു. അത് ഭയങ്കര സ്ട്രഗിൾ ഇല്ലാതൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അവൻ്റെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും ചാർച്ചക്കാരെയും ദേശത്തെയും എല്ലാം വിട്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, സ്ട്രഗിൾ ഉണ്ട്. ആ സ്ട്രഗിൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യാണ്, അവൻ അതിനെല്ലാം അതിജീവിച്ച് ഒരു ടെസ്റ്റ്, ആ ടെസ്റ്റിനകത്ത് അവൻ പാസ്സായി. പക്ഷെ അതൊരു ഇനീഷ്യൽ ടെസ്റ്റായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ആ 12-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും ടെസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ടെസ്റ്റിലൊക്കെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് വന്ന ഒരു വലിയ ടെസ്റ്റായിരുന്നു 12-ാം അധ്യായത്തിൽ കനാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്ഷാമം. കനാൻ നാട്ടിൽ എന്തുണ്ടായി? ക്ഷാമം ഉണ്ടായി. വാസ്തവത്തിൽ ദാറ്റ് വാസ് എ ടെസ്റ്റ്, ഒരു ടെസ്റ്റായിരുന്നു. എന്താ ടെസ്റ്റ് എന്ന് പറയാൻ കാര്യം, ദൈവം മറ്റൊരു കാര്യമാണ് നോക്കിയത്. അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമോ, അതോ ക്ഷാമത്തിൻ്റെ സമയത്ത് അവൻ വേറെ വല്ലത്തിൻ്റെയോ വേറെ എന്തിൻ്റെയെങ്കിലും പുറകെ പോകുമോ എന്നുള്ളൊരു ടെസ്റ്റായിരുന്നു. എന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ആ ടെസ്റ്റ് അവനൊരു പരാജയമായി പോയി. കാരണം കനാൻ നാട്ടിലൊരു ക്ഷാമം അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ അവൻ്റെ മനസ്സിൽ ഒത്തിരി സങ്കടമൊക്കെ ഉണ്ടായി കാണും. ഇതെന്തൊരു കഷ്ടമാണ്, ഞാൻ ദൈവം പറഞ്ഞനുസരിച്ച് എല്ലാം വിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, കനാൻ നാട് പാലും തേനും ഒഴുകുന്ന ദേശമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ദേണ്ട ക്ഷാമം. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടല്ലോ. 12-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. ദേശത്ത് ക്ഷാമം ഉണ്ടായി. വിശ്വാസം തലമുറകളിലൂടെ എന്ന എൻ്റെ മെസ്സേജിനകത്ത് ഞാനിത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദേശത്ത് ക്ഷാമം ഉണ്ടായി. കനാൻ നാട്ടിൽ പോലും ക്ഷാമം ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കണം. ദൈവം വിളിച്ചാക്കുന്ന സ്ഥലത്തും ചിലപ്പോൾ എന്തുണ്ടാകാം, ക്ഷാമം ഉണ്ടാകാം. പക്ഷെ ക്ഷാമം ഉണ്ടാകുമ്പോൾ കനാൻ നാട്ടിൽ തന്നെ നിൽക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഓരോ ക്ഷാമം ഉണ്ടാകുമ്പോഴും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാനല്ല. നമ്മുടെ ജീവിതത്തിൽ മാനസികമായി ചിലപ്പോൾ ക്ഷാമം ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട്, ശാരീരികമായി ക്ഷാമം ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്, വികാരത്തിൻ്റെ കാര്യത്തിൽ ക്ഷാമം ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്കൊരു പക്ഷേ ക്ഷാമം ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. അന്നേരം നിങ്ങളുടെ ഫാമിലി വിട്ട് വേറൊരു ഫാമിലി പോകാനല്ല ഉദ്ദേശിക്കുന്നത് ദൈവം. ദൈവം എവിടെ ആക്കിയിരിക്കുന്നു അവിടെ തന്നെ നിങ്ങൾ നിൽക്കണം. ദൈവം പറയുന്നത് കേൾക്കണം. ഇവിടെ ക്ഷാമം ഉണ്ടായപ്പോൾ ഒരു ടെസ്റ്റായിരുന്നു, അവൻ ദൈവത്തിൽ ആശ്രയിക്കുമോ എന്ന്. അവൻ ചോദിച്ചില്ല ദൈവത്തോട്, ദൈവമേ എന്താ ഇവിടെ സംഭവിക്കുന്നത്, നീ എന്നെ വിളിച്ചാക്കിയിട്ട് എന്താ ഇവിടെ ക്ഷാമം? അവൻ ചോദിച്ചോ? ഇല്ല. അതിന് പകരം ദൈവത്തോട് അനുവാദം ചോദിക്കുന്നതിനോ ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനോ പകരം അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആരോ പറഞ്ഞു കിട്ടും ഇസ്രായേലിൽ ധാന്യം ഉണ്ടെന്ന്, എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വെച്ചു. ഹി വാസ് ലീവിങ് ഗാഡ്. ടെസ്റ്റിൽ അവൻ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. പക്ഷേ ദൈവം കരുണയുള്ളവനായിരുന്നത് കൊണ്ട് ആ കനാൻ നാട്ടിൽ നിന്ന് തന്നെ അവനെ ദൈവം എന്ത് ചെയ്തു? തിരികെ കൊണ്ടുവന്നു. ദൈവം കരുണ കാണിച്ചു. ചില ബാലശിക്ഷയൊക്കെ കൊടുക്കേണ്ടി വന്നു, എന്നാലും ദൈവം കരുണ കാണിച്ച് മടക്കി കൊണ്ടുവന്നു. അതാണ് 12-ാം അധ്യായത്തിൽ. 13-ാം അധ്യായത്തിൽ വീണ്ടും ഒരു ടെസ്റ്റാണ്. അവൻ വാസ്തവം പറഞ്ഞ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി സാറാ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലോത്തായിരിക്കും. അബ്രഹാം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി എന്ന് പറയുന്നത്. കാര്യം ചാർച്ചക്കാരെ വിട്ടേച്ച് പോകാൻ പറഞ്ഞപ്പോൾ പോലും ചാർച്ചക്കാരനായ ലോത്തിനെ അവൻ കൂടെ കൊണ്ടുവന്നു. ഇല്ലേ, ചാർച്ചക്കാരെ വിട്ടേച്ച് വരാനാണ് ദൈവം പറഞ്ഞത്, ലോത്തിനെ കൊണ്ടുവരാൻ ദൈവം പറഞ്ഞില്ല. എന്നിട്ടും അപ്പനില്ലാത്ത ചെറുക്കനാണല്ലോ എന്ന് വെച്ചുകൊണ്ട് അവനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് അബ്രഹാം പോകുന്നത്.